മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വളകാപ്പെല്ലാം നടക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് കമലേശ്വരത്ത്. അതേസമയം ഉണ്ണിയാണെങ്കിൽ ഇതെങ്ങനെ കുളമാക്കണമെന്ന് തന്നെയുള്ള ഒരൊറ്റ ചിന്തയിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ഓരോ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ചടങ്ങ് നടക്കാൻ പോകുന്നത് കൊണ്ട് എന്തെങ്കിലും അനർത്ഥങ്ങൾ ഉണ്ടാവുമെന്നറിയാവുന്ന മാർക്കുവാണെങ്കിൽ ഉണ്ണിയെ വഴിക്ക് വെച്ച് തടഞ്ഞു നിർത്തുന്നുണ്ട്. അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഉണ്ണിയെ. എന്നിട്ട് പറയുന്നു, നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് നാളത്തെ ചടങ്ങിന് പങ്കെടുക്കാനാകില്ല. അതുകൊണ്ട് നീ എന്തെങ്കിലും തരികിട ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ തന്നെ അങ്ങോട്ട് കളഞ്ഞില്ലെങ്കിൽ നിന്നെ നാളെ ഞങ്ങൾ വന്നിട്ട് മണ്ണിട്ട് മൂടുമെന്നെല്ലാം പറഞ്ഞ് വളരെയേറെ ഭീഷണിപ്പെടുത്തുകയാണ് നമ്മുടെ ഉണ്ണിയെ. ഇത് കേട്ട് ആകെ ഭയന്ന് വിറക്കുകയാണ് ഉണ്ണി. കാരണം മാർക്കോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതേപടി നടക്കുമെന്ന് ഉണ്ണിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് ആ ഉണ്ണി ആ ഭീഷണിയിൽ ആകെ ഒന്ന് ഒതുങ്ങി പോകുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മി അതീവ സുന്ദരിയായിട്ട് തന്നെ മഞ്ജു ഒരുക്കുന്നുണ്ട്. അങ്ങനെ മഞ്ജു ആണെങ്കിൽ മഹാലക്ഷ്മിയെ ഒരുക്കുന്നത് കണ്ട് വളരെയേറെ സന്തോഷിച്ചുകൊണ്ട് തന്നെ ലേഖ അങ്ങോട്ട് വരുന്നു. എന്നിട്ട് ലേഖ പറയുന്നുണ്ട്, എന്താണെങ്കിലും ഈ സാരിയിൽ മഹി അതീവ സുന്ദരിയായിരിക്കുന്നു, കണ്ണേട്ടന് നല്ല പോലെയുള്ള സെലക്ഷൻ എല്ലാം അറിയാമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ലേഖയാണെങ്കിൽ വളരെയേറെ സന്തോഷിക്കുകയാണ്. മഞ്ജു പോയതിന് ശേഷം മഹിയാണെങ്കിൽ ലേഖയോടായിട്ട് പറയുന്നുണ്ട്, എൻ്റെ മനസ്സിലാണെങ്കിൽ ആകെ ഒരു കത്തലാണ്, എന്തോ വലുതാത്തത് സംഭവിക്കാൻ പോകുന്നു ലേഖ. എൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ള സമയങ്ങളിലെല്ലാം തന്നെ ഒരു അപകടം നടന്നിട്ടുണ്ടെന്നെല്ലാം പറയുന്നത് കേട്ട് ലേഖ പറയുന്നുണ്ട്, നീ സമാധാനമായിട്ടിരിക്കെ മഹി, ഒരാപത്തും സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹിയെ സമാധാനിപ്പിക്കുന്നു. പിന്നീട് സുന്ദരിയായിട്ട് ഒരുങ്ങി വരുന്ന മഹിയെ കാണുന്നതും ദുർഗയ്ക്കും കരുണയ്ക്കുമാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. അവരാണെങ്കിൽ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ മഹിയെ നോക്കുന്നു. ഒരു ഗതിയും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് അവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. കാരണം കണ്ണൻ്റെ വീടായതുകൊണ്ട് കണ്ണൻ്റെ ഇഷ്ടപ്രകാരമാണ് മഹിയെ വളകാപ്പെല്ലാം നടത്തുന്നത്. അതിൽ പങ്കെടുക്കാതെ ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് അവർ ഈ ചടങ്ങിൽ തന്നെ പങ്കെടുക്കുന്നത്. പിന്നീട് വാമദേവനാണെങ്കിൽ ഈ ചടങ്ങിലെല്ലാം പങ്കെടുക്കാനായിട്ട് അവിടെ എത്തുന്നു. അങ്ങനെ കണ്ണനാണെങ്കിൽ വാമദേവനോടായിട്ട് ചോദിക്കുന്നുണ്ട്, ആ പ്രതാപൻ ഇപ്പോൾ എങ്ങനെയുണ്ട്, അമ്മാവൻ പോയി കണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, ഞാൻ അയാളെ പോയി കണ്ടെങ്കിലും അയാൾക്കാണെങ്കിൽ യാതൊരുവിധ വെളിവുമില്ല, വായിൽ തോന്നിയത് എന്തോ എല്ലാം വിളിച്ച് പറയുകയാണ്. അതുകൊണ്ട് മോൻ അവിടെയൊന്നും കാണാനായിട്ട് പോകണ്ട എന്ന് പറയാണ്. അയാൾക്ക് പറയാനുള്ളത് എൻ്റെ അച്ഛനെ കൊന്ന കാര്യം വല്ലതും ആയിരിക്കും. അതുകൊണ്ടാണ് അയാളാണെങ്കിൽ പല പ്രാവശ്യം എന്നെ ഫോണിൽ ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കുമ്പോഴും കരുണിയും അയാളുടെ അമ്മയും എല്ലാം അത് തടഞ്ഞത്. അതുകൊണ്ട് എനിക്ക് അയാളെ നേരിട്ട് തന്നെ കാണണം, എല്ലാ സത്യങ്ങളും അറിയണം എന്നെല്ലാം കണ്ണൻ പറയുന്നത് കേട്ട് ആകെ ഭയപ്പെട്ട് നിൽക്കുകയാണ് നമ്മുടെ വാമദേവൻ. പ്രതാപനെ കണ്ടു കഴിഞ്ഞാൽ കണ്ണൻ എല്ലാ കാര്യങ്ങളും അറിയും. അപ്പോൾ ഞാനാണ് ഇതിൻ്റെ പിറകിലെന്നുള്ള കാര്യങ്ങളും അറിയും. അതുകൊണ്ട് ഏതെങ്ങനെയെങ്കിലും തടയുക തന്നെ വേണമെന്ന് വാമദേവൻ ചിന്തിക്കുന്നു. കണ്ണനാണെങ്കിൽ വാമദേവനോടായിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോഴേക്കും ആകെ വല്ലാതെ ഭയപ്പെട്ട് നിൽക്കുകയാണ് നമ്മുടെ അനന്തുവിനാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിയാവുന്നത് കൊണ്ട് കണ്ണൻ്റെ മുന്നിൽ നിൽക്കാനുള്ളൊരു മനഃശക്തി പോലും ഇല്ലാതെയാകുകയാണ് അനന്തുവിന്. പിന്നീട് മഹിയുടെ വളകാപ്പിന് പോകാൻ ഒരുങ്ങിയാണ് മോഹിനി. അങ്ങനെ വളരെ സുന്ദരിയായിട്ട് തന്നെ മോഹിനി ഒരുങ്ങുന്നത് കണ്ട് മുത്തശ്ശിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ മോഹിനിയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, നിനക്കിപ്പോൾ നാണമില്ലേടി, നിൻ്റെ സ്വന്തം മകളുടെ ജീവിതം തന്നെ ഇല്ലാതാകാൻ പോകുന്ന ഈ സമയത്ത് നീ ഇത്ര നല്ല ഒരുങ്ങിച്ചമഞ്ഞ് പോകാൻ നിനക്ക് തോന്നുന്നുണ്ടല്ലോ മോഹിനി എന്ന് പറയുന്നുണ്ട്. ഇനി നിൻ്റെ മകളുടെ ജീവിതം ഇല്ലാതാകാനാണെങ്കിൽ ഈ സത്യം നീയും നിൻ്റെ മകളും ഒരിക്കലും കണ്ണനോട് പറയരുതെന്നെല്ലാം പറയുകയാണ് മുത്തശ്ശി. ഇത് കേട്ട് മോഹിനിക്കാണെങ്കിൽ ആകെ വല്ലാതെയാകുന്നുണ്ട്. കാരണം ശരി തന്നെയാണല്ലേ മുത്തശ്ശി പറഞ്ഞത്, ഇത് ഏതെങ്കിലും കാരണവശാൽ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കണ്ണൻ എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. അതോർത്ത് മോഹിനിക്കും ആകെ ഒരു ടെൻഷൻ ആകുന്നുണ്ട്. പിന്നീട് വിശ്വനാഥൻ്റെ പ്രേതത്തിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രതാപനാണെങ്കിൽ വിശ്വനാഥനോട് എത്ര സമയം വേണമെങ്കിൽ സംസാരിച്ചിരിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ പ്രതാപനാണെങ്കിൽ പഴയ കാര്യങ്ങളെല്ലാം തന്നെ ഓർമ്മയിൽ വരികയാണ്. താൻ പണ്ട് ചെയ്തിട്ടുള്ള എല്ലാ ക്രൂരകൃത്യങ്ങളും ഓർത്ത് പ്രതാപനാണെങ്കിൽ ആകെ മനസ്സുഖം ഉണ്ടാകുന്നില്ല. ഇത് കണ്ട് മുത്തശ്ശിയാണെങ്കിൽ ആകെ വെപ്രാളപ്പെടുന്നു. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ പ്രതാപൻ, നീ ആകെ ഒരു വല്ലാത്ത അവസ്ഥയിൽ തന്നെയാണല്ലോ, നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശിയോടായിട്ട് പ്രതാപൻ പറയുന്നുണ്ട്, നിങ്ങൾ ഇത്രയും ക്രൂരിയായിട്ടുള്ള സ്ത്രീയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇപ്പോഴാണ് ഇതെല്ലാം എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. നിങ്ങളാണെങ്കിൽ എൻ്റെ അമ്മായിമ്മയെ കൊന്ന തള്ളയല്ലേ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് വളരെ ദേഷ്യപ്പെടുകയാണ് മുത്തശ്ശിയോട്. ഇത് കേൾക്കുന്ന മുത്തശ്ശിയാണെങ്കിൽ ആകെ ഒന്ന് ഞെട്ടിത്തെറിച്ച് പോകുന്നുണ്ട്. ഇവനാണെങ്കിൽ ഭ്രാന്തല്ല, മുഴുഭ്രാന്ത് തന്നെയാണെന്ന് മനസ്സിലാകുന്നു. അങ്ങനെ പ്രതാപൻ്റെ ശല്യം തീർക്കാനായിട്ട് മുത്തശ്ശിയാണെങ്കിൽ തീരുമാനിക്കുന്നു, ഇതിങ്ങനെ പോയാൽ ഇനി പറ്റില്ല, ഇവൻ പഴയ കാര്യങ്ങളെല്ലാം കുത്തിപ്പൊക്കി കൊണ്ടുവരും, അതുകൊണ്ട് ഇവൻ്റെ കഥ കഴിക്കുക തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനെ വകവരുത്താനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.